ഒരു നല്ല ദിവസമാണ്, നല്ല ഭംഗിയുള്ള നല്ല ഉഷാറായിട്ടുള്ള ഒരു ദിവസമാണ് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. അല്ലേ? റൈറ്റ്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. ഇന്ന് ഒരു നല്ല ദിവസമാണ്. നെക്സ്റ്റ് വൺ, ഇത് എപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട്, നീ ഇതെന്താ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. സോ അതെങ്ങനെയാണ് ചോദിക്കുക? ഇസ് ഇറ്റ് ഓൾവേസ് ലൈക്ക് ദിസ്? അല്ലേ? ഇനി ഇത് എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് എപ്പോഴും എന്താണ്? ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ, ഞാൻ പെട്ടെന്ന് തന്നെ അതുമായി പൊരുത്തപ്പെട്ടു. ഐ ഗോട്ട് അല്ലെങ്കിൽ ഐ ക്വിക്ക്ലി അഡാപ്റ്റഡ് ടു ഇറ്റ്. ഐ ക്വിക്ക്ലി അഡാപ്റ്റഡ് ടു ഇറ്റ്. അല്ലേ? ഐ ക്വിക്ക്ലി അഡാപ്റ്റഡ് ടു ഇറ്റ്. ഞാൻ പെട്ടെന്ന് തന്നെ അതുമായി പൊരുത്തപ്പെട്ടു. സോ നമ്മൾ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് കംഫർട്ടബിൾ ആവുക ഒരു സ്ഥലത്ത് പോയി. നമ്മളത് അവരിലെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് അവിടുത്തെ നെയ്ബർഹുഡ്സ് ആയിട്ട് അതൊക്കെ ആയിട്ട് നമ്മളൊന്ന് അഡാപ്റ്റഡ് ആവുക എന്ന് പറയുക അല്ലേ? സോ ഐ ക്വിക്ക്ലി അഡാപ്റ്റഡ് ടു ഇറ്റ്. ഞാൻ പെട്ടെന്ന് തന്നെ അതുമായിട്ട് എന്ത് ചെയ്തു? പൊരുത്തപ്പെട്ടു. ഓക്കെ, പെട്ടെന്ന് തന്നെ. സോ ദ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ഇന്നൊരു നല്ല ദിവസമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടുഡേ. ഇത് എപ്പോഴും ഇങ്ങനെയാണ്. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദിസ്. ഞാൻ പെട്ടെന്ന് തന്നെ അതുമായി പൊരുത്തപ്പെട്ടു. ഐ ക്വിക്ക്ലി അഡാപ്റ്റഡ് ടു ഇറ്റ്. അത് ലാസ്റ്റ് വൺ ഇസ് അത് എറിഞ്ഞ് കളയൂ. ഓക്കെ, സോ അത് എറിഞ്ഞ് കളയൂ എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരാളോട് പറയുക എന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇറ്റ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം എന്നുള്ള കുറച്ച് സെൻറ്റൻസുകളായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. താഴെ തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഏതായിരുന്നു? അത് എറിഞ്ഞ് കളയൂ അല്ലേ? അത് എറിഞ്ഞ് കളയൂ എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് അത് നിങ്ങൾ എന്ത് ചെയ്യുക? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് താഴെ കോമെന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? comment ചെയ്യുക. Okay, and I hope this video was useful. To know more about the course details in English Cafe, please click the link in the description. Thank you.